Okay, so this is the helium atom problem. You have a central nucleus of charge plus 2e and two electrons. Electron 1 is described by a position vector r1, electron 2 position described by another position vector r2, and there is a difference, I mean, an r1 minus r2 term, which the interaction is actually depending on this term. Okay. അപ്പോൾ നമുക്കിതിനെ രണ്ട് സെപ്പറേറ്റ് ഹാമിൽട്ടോണിയൻസ്, നോൺ ഇൻറ്ററാക്ടിങ് ഹാമിൽട്ടോണിയൻസ് ഒക്കെ എഴുതാം. ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ 1 പ്ലസ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് പാർട്ടിക്കിൾ 1. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹൈഡ്രജൻ ലൈക്ക്. ഇത് വളരെ ഹൈഡ്രജൻ ലൈക്കാണ്. എന്താ വ്യത്യാസം? ഹൈഡ്രജന് ഒരു പ്രോട്ടോണേ ഉള്ളെങ്കിൽ ഇവിടെ രണ്ട് പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളൊരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അബ്സല്യൂട്ട്ലി ദാറ്റ് ഈസ് hydrogen like. Another one is also hydrogen like, apart from an interaction term E square by 4 pi epsilon 0 1 upon modulus of R1 minus R2. By experimentally നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് -78.975 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ എനർജികൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ ഓക്കെ സോ take page plus. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ മാത്രമാണ് ഇൻറ്ററാക്ഷൻ ഇല്ല എങ്കിൽ എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ സപ്പോസ് ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ടേം. അതായത് ഈ പറഞ്ഞ ഇതിൽ ഈ ടേം ഇല്ലയെന്ന് വിചാരിക്കാം. E square by 4 pi epsilon 0 1 by R1 മൈനസ് R2 എന്ന് പറയുന്ന ടേം ഇല്ലയെന്ന് വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഹൈഡ്രജൻ ലൈക്കാണ്. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് എ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ psi0 ഓഫ് R1, R2 എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് one is psi 100 of R1, first electron in the ground state, into psi 100 of R2. ഓക്കെ, രണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റുകളുടെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് ഏകദേശം അറിയാം എത്രയാണ്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ലൈക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/√of pi a cube e raised to minus r by a എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡിപ്പെൻഡിങ് ഓൺ ദിസ് സെഡ് വാല്യൂവിലുള്ള മാറ്റം കാരണം ഒരു ചെറിയ ഡിഫറൻസ് ഈ പറയുന്ന രണ്ടിലും വരും. കാരണം എയിനെ എങ്ങനെയാണ് സെഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ചാർജ്. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബോർ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് എടുത്തേ എല്ലാവരും. പണ്ട് ഹൈഡ്രജൻ ആറ്റം പഠിച്ചതിലെ ബോർ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ ഞാൻ പറയാം. ബേസിക്കലി എ എന്ന് പറയുന്നത് 4 pi epsilon 0 h cross square by m e square ആണ്. അപ്പോൾ ഈ എന്ന് പറയുന്ന ഇ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് ഇയുടെയും കൂടെ പ്രോഡക്റ്റാണ്. ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് അവിടെ വന്നത്. ഓക്കെ, അതിന് പകരം ഇവിടെ എന്താ വരിക? ഇവിടെ ഒരു 2e into e ആണ് വരിക. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഒരു എന്ത് വരും? ഒരു 4 വരും. ഓക്കെ അല്ലേ, ഒരു 2e the whole square എന്നാണ് ഇവിടെ വരിക. 2e the whole square. ഓക്കെ, സോ യു ഹാവ് എ 4. ആ 4 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ സാധാരണ എനെക്കാട്ടും a/4 ആവും ഇപ്പോൾ. ഓക്കെ, സോ ഇതിലെ എല്ലാ എകളെയും നിങ്ങൾ എ മാറ്റി എന്ത് കൊടുക്കണം? a/4 ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പുതിയ ഹൈഡ്രജൻ ലൈക്ക് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം എന്തായിരിക്കും വരിക? ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 1/√of pi into a/4 the whole cube e raised to minus r by a/4 എന്ന് പറയുമ്പം ദാറ്റ് ഈസ് 4r by second. Yes, 4r by a
എന്നും വരും. ഇവിടെയും സിമിലർ ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഓക്കെ. സോ ബാക്കിയെല്ലാം ബാക്കിയൊന്നും വ്യത്യാസമില്ല. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ a by 4 the whole cube e raised to അടിയൊരു പ്രശ്നമുണ്ടല്ലോ a cube ചെറിയ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിൽ. ഒരു സെക്കൻഡ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടുന്നതാണ് -4r ബൈ ഓക്കെ ദിസ് ഈസ് r1 ആൻഡ് ദിസ് ഈസ് r2. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -4/a ഇൻറ്റു r1 പ്ലസ് r2 അങ്ങനെയാണ് വേണ്ടിയത്. പക്ഷേ ഇവർക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 8/πa cube e raised to -2/a ഇൻറ്റു r1 പ്ലസ് r2 ആണ്. ഇങ്ങനെ വന്നത് നമ്മൾ ആലോചിച്ച് നോക്കാം. ബോർ റേഡിയസിൽ യു ഹാവ് ഇ സ്ക്വയർ എന്ന് പറയുന്ന ടേമാണുള്ളത്. ആ ഇ സ്ക്വയറിന് പകരം ഓക്കെ ഓ യെസ് 2e ദ ഹോൾ സ്ക്വയർ വേണ്ട. കാരണം ഈ സാധനം വരുന്നത് ഇ ഇൻറ്റു ഇ എന്ന് പറയുന്നതിൽ നിന്നാണ് എന്ത് വന്നത്, ഇ സ്ക്വയർ വന്നത്. ഓക്കെ, അത് മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം, 2e ഇൻറ്റു ഇ ആക്കണം. അപ്പോൾ ദാറ്റ് ബിക്കംസ് 2e സ്ക്വയർ, നോട്ട് 4e സ്ക്വയർ കേട്ടോ. ഞാൻ നേരത്തെ 4 എന്ന് എഴുതിയത്. ഓക്കെ, ബോർ റേഡിയസിൽ ഇ സ്ക്വയർ എന്നുള്ളത് ഇപ്പം ഹൈഡ്രജൻ ആകുമ്പോൾ ഇവിടെയും പ്ലസ് ഇ, ഇവിടെ പ്ലസ് ഇ, ഇവിടെ മൈനസ് ഇ എന്നുള്ള രീതിയിലാണ് പ്ലസ് ഇ ഇൻറ്റു മൈനസ് ഇ വന്നത്. ഓക്കെ, അതിന് പകരം ഇവിടെ 2e ഇൻറ്റു ഇ വരിക. അപ്പോൾ 2e സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തതിലൊക്കെ a/4 എന്നല്ല വേണ്ടത്, എന്താ വരിക, 2 വരും. അപ്പോൾ a/2 എന്ന് മതി. ഓക്കെ, സോ a/2
എ ബൈ 2 അപ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2r1, ദിസ് ഈസ് 2r2, ദിസ് ഈസ് 2, ദിസ് ഈസ് 2. അപ്പം ഈ ആൻസർ കിട്ടൂലോ. So this is equal to ഇവിടെ 2 cube, that is 8 by pi a cube e raised to minus 2 by a into r1 plus r2. Okay, so this is the combined wave function. Okay, like സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ, ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് വേവ് ഫംഗ്ഷൻ. വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് എനർജി? ഓക്കെ ഓക്കെ ഇതാണ്. ഇപ്പോൾ ഇൻറ്ററാക്ഷൻ ഇല്ലെങ്കിൽ ദ കറസ്പോണ്ടിങ് എനർജി എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഇ എൻ എന്നുള്ളത് എന്തായി മാറും? ഇസെഡ് ഇൻറ്റു ഇസെഡ് സ്ക്വയർ ഇൻറ്റു ഇ എൻ ആയി മാറും. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ ദാറ്റ് ഇസ് 4 ടൈംസ് ഇ എൻ ആയിട്ട് ആ വാല്യൂ മാറും. ഓക്കെ, സോ പാർട്ടിക്കിൾ 1ൻ്റെ എനർജി എന്ന് പറയുന്നത് -13.6 ബൈ എൻ സ്ക്വയർ ഇ വി എന്നുള്ളത് എന്തായിട്ട് മാറും? ദാറ്റ് ബിക്കംസ് ഇറ്റ്സ് 4 ടൈംസ്. ഓക്കെ, ആൻഡ് പ്ലസ് ഇപ്പുറത്തുള്ളത് എന്തായിരിക്കും? 4 ടൈംസ് -13.6 എ വി ബൈ എൻ സ്ക്വയർ. എത്ര ഇത് കിട്ടുക നോക്കിക്കേ. എത്രയുടെ വരിക? n = 1 ആണ്. എത്ര ഇലക്ട്രോൺ വോൾട്ടാണ് വരിക പറഞ്ഞേ? മൈനസ് അല്ലേ? -108.8 ഇലക്ട്രോൺ വോൾട്ടാണ് കിട്ടുക. പക്ഷേ അതാണോ നമ്മുടെ എനർജി? അല്ല. എത്രയാണ് നമ്മുടെ എനർജി? നമ്മുടെ എനർജി -78.75 ആണ്. എന്തായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ആ വ്യത്യാസത്തിനുള്ള കാരണം ആരാണ്? ആരാണ്? ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ -109, റഫ്ലി -109 കിട്ടി. ഓക്കെ, പക്ഷേ നമുക്ക് ശരിക്കും -78 ഉള്ളൂ. അപ്പം ആ ഒരു ഡിഫറൻസ്, ഒരു പോസിറ്റീവ് എനർജിയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഏകദേശം നമുക്ക് കൃത്യമായിട്ട് പറയാം എത്രയുണ്ട്? 78, 88, 98, 108, 88, 98, 108, ഒരു 30 പ്ലസ് 30 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് ആരായിരിക്കും ആ 30 ഇലക്ട്രോൺ വോൾട്ട് ഡിഫറൻസ്? ആരെയാണ് നമ്മളിതിൽ എടുക്കാത്തത് ഇപ്പം? അതെ. അപ്പോൾ ആ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം എത്രയായിരിക്കും? ഒരു 30 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പ്ലസ് സൈൻ ആണല്ലോ, +30 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇൻ്ററാക്ഷൻ എന്നുള്ളത് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ മിസ്സിംഗ് എനർജി ഈസ് because of the interaction between whom? Between electron and electron. VEE എന്ന് പറയുന്ന ആ ഇൻ്ററാക്ഷൻ എനർജിയാണ് ആ മിസ്സിങ് എനർജി. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇപ്പം പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് വി ക്യാൻ ടേക്ക് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്. ഓക്കെ, അപ്പം ടോട്ടൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് എന്ന് പറയുന്നത്, ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് വിത്തൗട്ട്
interaction plus that interaction energy എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, അതായത് ടോട്ടൽ എച്ചിനെ എന്താക്കാം, വിത്തൗട്ട് ഇൻറ്ററാക്ഷൻ ആൻഡ് പ്ലസ് ദറ്റ് ഇൻറ്ററാക്ഷൻ. ഈ വിത്തൗട്ട് ഇൻറ്ററാക്ഷൻ എത്രയാണെന്ന് നമുക്ക് അറിയാം, വാല്യൂ എത്രയാണ്, ദറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദറ്റ് ഈസ് 8 times E1 അല്ലേ, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ 8 മടങ്ങ്. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് പ്ലസ് VEE. ഓക്കെ, ദാറ്റ് ഈസ് ദി എച്ച്. ഈ പാർട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഇത് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ VEEനെയാണ് കണ്ടുപിടിക്കേണ്ടത്. VEEയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വാരിയേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏത് വേവ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഈ VEEയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നേരത്തിന് നമുക്ക് വാരിയേഷൻ പ്രിൻസിപ്പിളിൻ്റെ യാതൊരു എഫക്റ്റും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല, യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പം ജസ്റ്റ് എന്താ പറയുക, ഇൻറ്ററാക്ഷൻ ഇല്ലാത്ത ഹാമിൽട്ടോണിയനെ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം ആക്കി എടുത്ത് അതിൻ്റെ എനർജിയും അതിൻ്റെ വേവ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ വിത്തൗട്ട് ഇൻറ്ററാക്ഷൻ ദ എനർജി വി ഒബ്റ്റെയിൻഡ് ഇറ്റ്സ് എ ബിറ്റ് ലാർജ് ഫ്രം away ഫ്രം ദി ആക്ച്വൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി വരുന്ന എനർജി എന്ന് പറയുന്നത് ആ ഇൻറ്ററാക്ഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണെന്നും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ വേണം, വി നീഡ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, സോ വി നീഡ് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി നീഡ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ. ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ആരെ തന്നെ ട്രയൽ വേവ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. ഈ പറഞ്ഞ അൺപെർട്ടർബ്ഡിൻ്റെ, ഈ പറഞ്ഞ എച്ചിൻ്റെ, ഇതിൻ്റെ വിത്തൗട്ട് ഇൻറ്ററാക്ഷൻ്റെ വേവ് ഫംഗ്ഷനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ഇതിൻ്റെ ട്രയൽ വേവ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. ഒരിക്കലും പ്രിസൈസ് ആൻസർ കിട്ടില്ല എന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ഓക്കെ, so we are calculating the VEE by using an integral. ഓക്കെ, എന്തൊക്കെ വരും ഇൻ്റഗ്രലിൽ? ആദ്യം ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എത്രയാണ്, ആ വേവ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്, 8/π(a³ e⁻² അല്ലേ. ദാറ്റ് ഈസ് 8/π(a³ e⁻²/a into R1 plus R2 ഇൻറ്റു എത്രയാണ് പൊട്ടൻഷ്യൽ VEE എത്രയാണോ, എത്രയാണ് നമ്മുടെ VEE, പ്ലസ് E²/4πε0 1/R1 minus R. E²/4πε0 1/R1 minus R. Okay, and again this wave function. Okay, of course you have couple of integrals, that is d³ R1 and d³ R2. This is basically a double integral. കാരണം R1 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഉണ്ട്, R2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഉണ്ട്, രണ്ടിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം പറയുന്നത് ഈ R1 R2 എക്സ്പോണൻഷ്യൽ R1 R2 ടേമുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. പക്ഷേ ഈ 1/R1 minus R2നെ നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഇൻ്റഗ്രൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാക്കി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ വി ആർ ആക്ച്വലി സ്കിപ്പിംഗ് ദാറ്റ് പാർട്ട്. ആ പാർട്ട് നമ്മൾ ചെയ്തില്ല, കാരണം അതൊരു പ്യുവർ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് മാത്രമാണ്. ഓക്കെ, സോ നമ്മുടെ ഈ വാരിയേഷൻ പ്രിൻസിപ്പിളിലെ യാതൊരു ഫിസിക്സും നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നില്ല. സോ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻ്റഗ്രലിനെ മാറ്റണമെങ്കിൽ നമുക്ക് ഈ R1 ഉള്ള ടേമുകളേക്ക് ഒരുമിച്ച് എഴുതണം, R2 ഉള്ള ടേമുകൾ ഒരുമിച്ച് എഴുതി രണ്ട് ഇൻ്റഗ്രലാക്കി മാറ്റണം. പക്ഷേ അപ്പോൾ ഇവിടെ ഈ 1/R1 minus R2 ഒന്നുകിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർ ചെയ്യുന്നത് പോലെ ഒരു പ്രോപ്പർ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ R1 minus R2 ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ന്യൂ വെക്ടർ. ഓക്കെ, അതിലേക്ക് ഇതിനെ മാറ്റി വേണം ചെയ്യാൻ. ഓക്കെ, സോ വി ആർ ഇൻഡീഡ് നോട്ട് ഡൂയിങ് ദാറ്റ് ഇൻ്റഗ്രേഷൻ. ആ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ല, പകരം നമ്മളതിൻ്റെ ആ വാല്യൂ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, കാരണം ഈ എസ്സേയുടെ കുറേ പാർട്ട് പോകുന്നത് അതാണ്. ഓക്കെ,
സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് റെഫർ ചെയ്യാം. അതായത് പേജ് നമ്പർ 312 to 313ൽ ഇക്വേഷൻ നമ്പർ 7.20 നമ്മളിപ്പോൾ എത്തി. ആ 7.20 തൊട്ടിട്ട് ഇക്വേഷൻ നമ്പർ 7.25 വരെ ഉള്ള ഭാഗമാണ് ഈ പറയുന്ന ആ ഇൻ്റഗ്രേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം, ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം. അതിലത്തെ പ്രസക്തമായ 1-2 സ്റ്റെപ്പുകൾ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ കാര്യം അവിടെ പറഞ്ഞാൽ മതി, എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അത് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം എന്നുള്ള മാത്രം കൺവിൻസിങ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പം കോർഡിനേറ്റർ ട്രാൻസ്ഫോം ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് ഡിറൈവ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് എക്സാം ഹോളിൽ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഫൈനൽ ഇൻ്റഗ്രലിൽ മാത്രം എഴുതാം. എന്നിട്ട് അതിന് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ വി ആർ റൈറ്റിംഗ് സ്ട്രൈറ്റ് അപ്പ് ഫോർവേഡ്ലി വി ആർ റൈറ്റിംഗ് ദി ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4a into e square by 4 pi epsilon 0 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക ആൻസർ. ഓക്കെ, and that value if you calculate this is equal to something like 5/2 e1 എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ് 5/2 e1? that is -5/2 into -13.6. ഓക്കെ, എത്രയായിരിക്കും വരിക ഒന്ന് കണ്ടുപിടിച്ചേ. അത് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ 34. ഓക്കെ, നമ്മൾ എത്ര നേരത്തെ ഏകദേശം പറഞ്ഞിരുന്നു ഊഹിച്ചിരുന്നത്? 30. ഓക്കെ, അപ്പം 30നേക്കാൾ കൂടിയ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാരിയേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പ്രിസൈസ് വാല്യൂ കിട്ടണമെങ്കിൽ 30 തന്നെ കിട്ടണമെങ്കിൽ കറക്റ്റ് വേവ് ഫംഗ്ഷൻ കൊടുക്കണമായിരുന്നു. പക്ഷേ കറക്റ്റ് വേവ് ഫംഗ്ഷൻ അല്ല കൊടുത്തത്. നമ്മൾ ആരുടെ വേവ് ഫംഗ്ഷൻ കൊടുത്തത്? അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ്റെ വേവ് ഫംഗ്ഷനാണ് കൊടുത്തത്. അതുകൊണ്ട് ആ 30നേക്കാൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, വേവ് ഫംഗ്ഷൻ എത്രത്തോളം നിങ്ങളുടെ ആക്ച്വലിൽ നിന്ന് മിസ്മാച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജി മെഷറാണ് ആ 4 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 34 കിട്ടി. ഈ 34 വെച്ച് നിങ്ങൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയത് എത്രയാണ്? -109 EV പ്ലസ് ദിസ് 34 EV എന്ന് പറയുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? ദിസ് ഇസ് റഫ്ലി -75 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇപ്പോഴും നമ്മൾ ആരുമായിട്ട് അടുത്തല്ല. -79 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 78.975 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ച്വൽ എക്സ്പെരിമെൻ്റൽ എനർജി. സോ ഇവിടെ വാട്ട് വി ഡു, ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൽ എഴുതണം. അത് നമ്മുടെ ഒരു വാരിയേഷൻ ടെക്നിക്കാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നതിൽ വാരിയേഷൻ ടെക്നിക്കുണ്ട്. അപ്പോൾ ഇനി പറയുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ ആദ്യ പാർട്ട് പഠിച്ചിട്ട് നിങ്ങളതിൻ്റെ അവസാന പാർട്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊരു കൊളാപ്സാണ്. കാരണം അവിടെയാണ് ശരിക്കും ഈ വാരിയേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ടത് ഇപ്പം നേരത്തെ ചെയ്ത ഇൻ്റഗ്രേഷനാണ്. ഇനിയുള്ളത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി വാരിയേഷൻ ചെയ്യാൻ പോകുന്നത്? എന്താണ് വാട്ട് ഈസ് ദ ന്യൂ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വി നീഡ് ടു തിങ്ക് അപ്പോൾ എ മോർ റിയലിസ്റ്റിക് ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എഴുതാം. We need to think up a more realistic wave function. Other than this psi 0. ഓക്കെ, എന്താണ് ഈ മോർ റിയലിസ്റ്റിക് വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ ഇതൊന്ന് വായിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. Rather than completely ignoring the influence of the other electron, let us say that on an average each electron represents a cloud of negative charge which partially shields the nucleus so that the other electron actually sees an effective nuclear charge set that is somewhat less than 2. അതാണ് നമ്മളിനി ഞാൻ ഇപ്പം എഴുതിയ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, അതായത് ശരിക്കും ഇപ്പോൾ ഇവിടെ ഒരു +2e ഉണ്ട്. നമുക്ക് ഒരു ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്.
മറ്റൊരു ഇലക്ട്രോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ എന്താ പറയുക +2e എടുത്തു, ഇതിൻ്റെയും +2e എടുത്തു. അതായത് ഈ ഇലക്ട്രോൺ സഫറിങ് എ +2e പ്രോട്ടോൺ ചാർജ്, ദിസ് ഇലക്ട്രോൺ ആൾസോ സഫറിങ് എ +2e ഇലക്ട്രോൺ. ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണിൻ്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പം ഈ ഇലക്ട്രോൺ കാരണം ഇതിൻ്റെ +2eക്ക് കുറച്ച് ഒരു ഷീൽഡിങ് സംഭവിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി +2e, ഇസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ +2e. അതേപോലെ തന്നെ ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഇലക്ട്രോണിൻ്റെ ആ പ്രസൻസ് കാരണം ഈ 2e എന്നുള്ള പോസിറ്റീവ് ചാർജ് മുഴുവനായിട്ട് ഇതിന് ഫീൽ ചെയ്യില്ല, പകരം ദാറ്റ് ഈസ് ഷീൽഡിങ്, ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഷീൽഡഡ്. ഓക്കെ, ആ ഷീൽഡിങ് കാരണം സെഡ് എന്ന വാല്യൂ നമ്മളിപ്പോൾ എടുക്കുന്നത് എത്രയാണ്? സെഡ് എന്ന വാല്യൂ 2 ആണ് നമ്മൾ എടുക്കുന്നത്, സെഡ് അല്ലേ, സെഡ് എന്ന വാല്യൂ 2 ആണ് എടുക്കുന്നത്. ആ സെഡിനെ ഒന്നുകൂടെ മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സെഡിനെ നമുക്ക് എന്താക്കാം? സെഡിനെ നമുക്ക് നമ്മുടെ ട്യൂണിങ് പാരാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ഈ വാരിയേഷൻ ടെക്നിക്ക് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആ ആർഗ്യുമെൻ്റ് നിങ്ങൾ എഴുതണം. ആർഗ്യുമെൻ്റ് ഇതാണ്, അതായത് ഹീലിയം ആറ്റത്തിലെ 2 ഇലക്ട്രോണുകളിൽ ഒരു ഇലക്ട്രോൺ നോക്കുന്ന സമയത്ത് മറ്റ് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാരണം ആ ന്യൂക്ലിയസിന് 2e എന്ന് പറയുന്ന ചാർജ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ച് ചാർജ് മാസ്ക്ഡ് ആയിട്ട് ഷീൽഡ് ആയിട്ട് പോകുന്നു. അതുകൊണ്ട് z എന്ന് പറയുന്ന വാല്യൂ 2 ആയിട്ട് എടുക്കാൻ പറ്റില്ല, ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ 2, സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് എ മിനിമം വാല്യൂ ഫോർ ദിസ് z ബൈ ട്രീറ്റിംഗ് z ആസ് എ വാരിയേഷണൽ പാരാമീറ്റർ ഓർ ദി ട്യൂണിംഗ് പാരാമീറ്റർ. അതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും. പ്രൊവൈഡഡ് വി കീപ് z is equal to z itself and later we will do the variation. ഓക്കെ, z-നെ z ആക്കി തന്നെ വെച്ചിട്ട് നമ്മൾ വാരിയേഷൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ അടുത്ത പേജിൽ എഴുതാം. നമ്മൾ z-നെ z ആക്കി തന്നെ വെച്ചുകൊണ്ടുള്ള ഹാമിൽട്ടോണിയനാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് h is equal to, നോക്കിക്കോ, -h² / 2m del1 square plus സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ del2 മൈനസ് പൊട്ടൻഷ്യൽ നൽകുന്നത് e² / 4πε0. ആയത് z/r1 പ്ലസ് z/r2. ഓക്കെ, പ്ലസ് e² / 4πε0 ഇൻറ്റു നമ്മുടെ ഇൻട്രാക്ഷൻ ടേമിൽ ദാറ്റ് ഈസ് z-2/r1 പ്ലസ് z-2/r2 പ്ലസ് we have a 1/r1 minus r2. ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് ഈ ടേം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടേം വന്നതായിട്ട് തോന്നുന്നുണ്ടോ അവിടെ? ഈ ടേമുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നോ? ഹലോ, ഈ ടേമുകളിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇവിടെ വേറെ കാര്യം, നമ്മളിങ്ങനെ ഈ ടേം ഇത്രയും ടേം ഉണ്ടായിരുന്നില്ല. കാരണം 2 എന്ന് പറയുന്ന /r1 എന്ന് പറയുന്ന ടേമാണ് ഉണ്ടായിരുന്നത് അല്ലേ? 2/2 ഈ ഒരു ടേമാണ് ഉണ്ടായിരുന്നത്. 2/, ഇവിടെയും 2/, ഒരു 1 - r1 വരും. അപ്പോൾ അതിന് ഇവിടെ ഞാൻ 2 ടേം ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് z/r1 ഉണ്ട്, ഇവിടെ z - 2/r1 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും?
you will get a 2 by R1 term. Okay, ഇവിടെ set by R2 ഉണ്ട് കേട്ടോ. ഇതിന് ആ സെറ്റ് എന്നുള്ള പാരീഷൻ പാരാമീറ്റർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ബൈ R1 ഉണ്ട്, ഇവിടെ സെറ്റ് മൈനസ് 2 by R1 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞെങ്കിൽ you will get a 2 by R1. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. ഇവിടെ സെറ്റ് ബൈ R2 ഉണ്ട്, ഇവിടെ സെറ്റ് മൈനസ് 2 by R2 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് you have a 2 by R2. ഓക്കെ, സോ ആ വാരിയേഷൻ പാരാമീറ്ററിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്ക് എഴുതാം. കാരണം ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് സെറ്റ് അറ്റോമിക് നമ്പർ ഉള്ള ഹൈഡ്രജൻ ലൈക്ക് ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച് is equal to എത്ര ഉണ്ട് ഒരു സെറ്റ് ടൈംസ് എന്നാണ് നമ്മളിവിടെ എഴുതിയത് അല്ലേ. സെറ്റ് എവിടെ എഴുതിയിട്ടുണ്ടല്ലോ എനർജീനെ പറ്റിയിട്ട്. സെറ്റ് സ്ക്വയർ ഇ എൻ ആണ് എനർജി, സെറ്റ് സ്ക്വയർ ഇ എൻ. ഓക്കെ, അപ്പം ഇവിടെ സെറ്റ് അറ്റോമിക് നമ്പറുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് സെഡ് ടൈംസ് E1. അങ്ങനത്തെ ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട്, അതുകൊണ്ട് സെഡ് ടൈംസ് E1 തന്നെ 2 ഇലക്ട്രോണായി. പ്ലസ് ഇപ്പം ഈ ടേമും കഴിഞ്ഞു. ശരിക്കും പറഞ്ഞത് ഈ 2 ടേമുകൾ ചേർന്ന് ആദ്യത്തെ ഇത്, ഈ 2 ടേമുകൾ ചേർന്ന് രണ്ടാമത്തെ ഇത്. ഓക്കെ, ഇനി R1നും R2നുമാണ്. R1നും R2ൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണെന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ഒരു E സ്ക്വയർ ബൈ 4πε0 ഉണ്ട്. Z-2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് R1 വരും, Z-2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് R2 വരും. അതിന് രണ്ടിനും കൂടി ചേർത്ത് നമുക്ക് 2 ടൈംസ് Z-2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് 1/R ഒരേപോലെ ഉള്ളതായതുകൊണ്ട് ഒരേ വാല്യൂ ചെയ്താൽ മതിയാവും എന്നുള്ള രീതിയിൽ 1/Rൻ്റെ എക്സ്പെക്റ്റേഷൻ ആക്കി എഴുതി. പ്ലസ് യു ഹാവ് ദ തേർഡ് ടേം വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ഇൻട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻട്രാക്ഷൻ ടൈമാണ്, അതുകൊണ്ട് തന്നെ VEE. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാറ്റിനും കൂടെ നമ്മൾ വരിപ്പർക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് 1/Rന് എക്സ്പെക്റ്റേഷൻ വാല്യൂ 1/R ഹൈഡ്രജൻ ലൈക്കിന് നമ്മൾ Z ആണ് ആറ്റോമിക് നമ്പർ എങ്കിൽ 1/Rനെ നമ്മൾ എഴുതുക ദിസ് ഇസ് ഈക്വൽ ടു Z/A ആണ്. Z/A, സോ ദിസ് ഇസ് ദ വാല്യൂ. ഓക്കെ, ഇവിടെയൊക്കെ സെറ്റ് ഓൾറെഡി അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 2Z-2 ഇൻറ്റു സം Z/A എന്ന് വരും. VEയിൽ എന്താണ് സെറ്റിൻ്റെ ഡിപ്പെൻഡൻസ് എന്ന് കൂടെ നമുക്ക് നോക്കണം. അത് നമ്മൾ നേരത്തെ എഴുതിയ സമയത്ത് എന്തായിരുന്നു ഇത്ര നമുക്ക് കിട്ടിയത്, സെറ്റിൻ്റെ ടേംസിലല്ല എഴുതിയത്. 5 ടൈംസ് 4/A E സ്ക്വയർ ബൈ 4πε0 എന്നാണ് എഴുതിയത്. അതിനെ കൂടെ സെറ്റിൻ്റെ ടേംസിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -5Z/4E1. നോക്കൂ, നമുക്ക് നേരത്തെ കിട്ടിയത് ഞാൻ നേരത്തെ എഴുതിയ എത്രയാണ്, -5/2E1 എന്നാണ്. 5/2E1. ഇവിടെ സെറ്റിൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ് അല്ലേ. ഇവിടെ സെറ്റിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും സെറ്റിൻ്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് ഈ 2ഉം 4ഉം വെട്ടിപ്പോൾ 5/2E1 തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആരുടെ ടേംസിൽ മാത്രമായി, സെറ്റിൻ്റെ ടേംസിൽ മാത്രമായി. ദാറ്റ് ഈസ് സെറ്റ് ടൈംസ്, ഞാൻ വേറെ എഴുതാം ഒരു സെക്കൻഡ്. ദാറ്റ് ഈസ് സെറ്റ് ടൈംസ് E1 പ്ലസ് സെറ്റ് ടൈംസ് E2 പ്ലസ് 2E സ്ക്വയർ ബൈ 4πε0 plus -5/4E1. Everywhere there is set. Here it is set. Here it is set. 2E square into Z-2 into Z/A. Okay. And here it is Z. ഇപ്പോൾ ഇവിടെ എല്ലാറ്റിലും സെറ്റ് ഉണ്ടല്ലോ. ആ സെറ്റിനെ വാരിയേഷൻ പാരാമീറ്റർ ആക്കിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനായിട്ട്. ഓക്കെ, സോ യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു 0 ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സെറ്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇതിലെല്ലാറ്റിലും സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എച്ചിനെ
എന്ത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 0 കൊടുക്കുക, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നിങ്ങൾ അത് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇതുവരെയുള്ളത് ഞാൻ പറയാം. ഈ എസ് എ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സ്പ്രഷൻ എടുക്കുക, ആ എക്സ്പ്രഷനെ സെഡ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, തിരിച്ചു കൊടുക്കുക. ആ സെഡിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എനിബഡി? ആ സെഡിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എത്രയാടോ? എന്തെങ്കിലും റേഞ്ച് ഉണ്ടോ? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല? 2-നേക്കാട്ടി താഴെ. യെസ്, 2-നേക്കാട്ടി താഴെയാണ്. 2 ഒരിക്കലും ഇല്ല നമ്മൾ പറഞ്ഞു. കാരണം 2-നേക്കാട്ടി കുറച്ച് കുറയുന്നുണ്ട് ആ മാസ്കിംഗ് കാരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് യു ആർ എക്സ്പെക്ടിങ് എ വാല്യൂ വിച്ച് ഇസ് ലെസ് ദാൻ. അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആ സെറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആലോചിക്കാം, സെറ്റിൻ്റെ വാല്യൂ 10 കിട്ടിക്കഴിഞ്ഞാൽ തെറ്റാണ്, സെറ്റിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ തെറ്റാണ്, 2.1 കിട്ടി. ഇറ്റ് ഷുഡ് ബി എ വാല്യൂ വിച്ച് ഇസ് സ്മോളർ ദാൻ സെറ്റ്. ബട്ട് 2-നൊക്കെ സ്മോളർ ആയ, പക്ഷേ ഒരുപാട് സ്മോളൊന്നും അല്ലാത്ത ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആ സെറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന എച്ച് ആണ് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള എനർജി. ഇതാണ് നമ്മുടെ എൻറ്റയർ പ്രോസസ്സ്. അത് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ഇരുന്നിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ആ എസ് എ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഹീലിയം ആറ്റം തീർന്നു പോകും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ കൂടിയാണ്. അതും കൂടെ നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് ഇടാം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നിർത്തട്ടെ? ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്